40 വർഷമായി 40 വർഷം ഞാൻ അറിയാൻ സാധിച്ച 40 വർഷമായി സന്നിധാനത്ത് ജീവനക്കാരല്ലാത്ത ഡെയിലി വേജസോ എന്തൊക്കെയാ നമുക്ക് പറയപ്പെടാം അങ്ങനെയുള്ള പാർട്ടി സഖാക്കൾ ഒന്ന് വിളിച്ചാൽ വളരെ പെട്ടെന്ന് വന്ന് സമ്മേളനം നടത്താൻ പറ്റുന്ന തരത്തിൽ രായോട് പകൽ അവിടെയുള്ള ആളുകളുണ്ട്. അവരാണ് വരുന്ന ജീവനക്കാരെ പോലും നിയന്ത്രിക്കുന്നത്. ആ ജീവനക്കാരെ പോലും അവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പം ഇവരൊരു വലിയ സംഘമാണ്, ഒരു കൊള്ള സംഘമാണ് ശബരിമലയിൽ ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു കൊള്ള സംഘം. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം വെളിയിൽ വരിക. അതിൻ്റെ അന്വേഷണങ്ങളാണ് നമ്മുടെ ബഹുമാന്യനായ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി 30 വർഷത്തെ ഉള്ള ആ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എംബോയ് സംഘ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഇതൊന്നും വെറുതെയല്ല, കൃത്യമായ അറിവോടും ഒക്കെ കൂടി തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സംഘം, ഈ കുറുവ സംഘം, ഈ സംഘമാണ് സന്നിധാനത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് എല്ലാവരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂണിയനും അതുപോലെ തന്നെ AKG സെൻറ്ററുമാണ് ഇപ്പോഴും വർഷങ്ങളായിട്ട് ശബരിമല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഇനി ഭഗവാൻ അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ നെയ്യഭിഷേകം നടക്കുന്ന സമയത്താണ് നമ്മൾ ശില രൂപത്തിലുള്ള ഭഗവാന് നെയ്യഭിഷേകം നടത്തുന്നത്. പക്ഷെ അല്ലാത്ത സമയത്ത് ഭസ്മാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇരിക്കുന്ന പൂർണ്ണ സ്വർണ്ണ രൂപത്തിലാണ്. അതോടൊപ്പം തന്നെ ശീവേലി ബിംബമുണ്ട്. ശീവേലി ബിംബം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശീവേലി ബിംബം അവിടെയുള്ളതെല്ലാം ഇവിടെ ഇപ്പോൾ പോലീസ് ഈ ജീവനക്കാരടക്കം, അതിലേക്ക് വരാം, ജീവനക്കാരടക്കം, അതായത് അത് അവിടുത്തെ കീഴ്ശാന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന മേൽശാന്തി ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ യൂണിയൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഓരോ സ്ഥലങ്ങളിലേക്കും പോക്കുന്നതൊക്കെ അതെ. അപ്പം ഞാൻ പറയുന്നത് അത്തരത്തിലിപ്പോൾ വെളിയിൽ നിന്ന് എല്ലാ അന്വേഷണങ്ങളും നടത്താൻ പറ്റുള്ളൂ. ശ്രീകോവിലിനുള്ളിലേക്ക് അന്വേഷണം നടത്തണമെങ്കിൽ അതിന് ചിട്ടകളുണ്ട്, അതിന് പല കാര്യങ്ങളുണ്ട്. ആ ശൈവേലി വിഗ്രഹവും അതുപോലെ തന്നെ ഭഗവാന് ഇപ്പോൾ ഉള്ള ആ ആഭരണങ്ങൾ അടക്കമുള്ളത്, അതിനെക്കുറിച്ച് പരിശോധന നടത്തണ്ടേ? അങ്ങനെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡും കമ്മീഷനും മാത്രമാണ് അവിടെയുള്ളത്. ഭക്തജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവരുടെ കാങ്കൽ, ഭക്തരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു അന്വേഷണം നടക്കണ്ടേ? എന്തുകൊണ്ടാണിത് ഒളിച്ചു വെക്കുന്നത്? ഞാനിത് പറയാൻ കാരണം ഏറ്റുമാനൂരെ കാര്യമാണ്. ഞാൻ കോട്ടയം ജില്ല, നമ്മളെ മന്ത്രിയുടെ നാടാണ്, ദേവസ്വം മന്ത്രിയുടെ നാടാണ്. ആഴ്ചയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം. ഭണ്ണാരമെണ്ണുന്ന സ്ഥലത്ത് പോലും 2 വർഷമായി CCTV, ഏറ്റുമാനൂരെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ആ CCTV ഇല്ല, അല്ലെങ്കിൽ അത് കേടാണ് എന്നാണ് പറയുന്നത്. ആഴ്ചയ്ക്ക് ദേവസ്വം ബോർഡ് വരുന്നുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരുന്നുണ്ട്, നമ്മുടെ മന്ത്രി വരുന്നുണ്ട്. എണ്ണുന്ന ഭണ്ണാരത്തിങ്കൽ പോലും CCTV ഇല്ല. എനിക്കറിയാൻ സാധിച്ചത് ഒരു യൂണിയൻ്റെ നേതാവ് 2 വർഷം മുമ്പ് വന്നിരുന്നു. അന്ന് മുതലാണ് ഈ CCTV അവിടുന്ന് അല്ലെങ്കിൽ കേടാകുന്നത്. അത് വെക്കാൻ ദേവസ്വം ബോർഡിന് മാർഗമില്ലേ? അതിന് പണമില്ലേ? ഞങ്ങളുടെ ഒരു ചോദ്യമാണിത്. ഇനി വേറൊരു കാര്യം നമ്മളെടുത്താൽ, ഇപ്പോൾ പ്രധാനമായിട്ടുമുള്ള ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ AC-മാർ AO ആയിട്ട് വരുന്നതിൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ഇനിയിപ്പോൾ വെളിയിൽ പറയും, AO-മാരായിട്ട് വരണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. ഇത് ആർക്കാ കൊടുക്കണ്ടേ? യൂണിയൻകാർക്കാ? പാർട്ടിക്കാർക്കാ? ആർക്കാണിത് കൊടുക്കേണ്ടത്? ലക്ഷങ്ങൾ കൊടുത്തിട്ട് എന്തിനാണ് AO-മാരായിട്ട് വരുന്നത്? ഭഗവാനെ സേവിക്കാനാ? അത് 1 വർഷമാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ടേൺ വെക്കുന്നത്? എന്തോ പറയാ, ഈ പാലക്കാട് പണ്ട് ഇപ്പോൾ GST പ്രധാനമന്ത്രി ഏർപ്പെടുത്തിക്കൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ ആളിനെ വെക്കുന്ന പോലെയാണ്. കാശ് കൊടുത്ത് AO ആകുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത്. കാശ് കൊടുത്ത് AO ആകുക. ഇന്നലെ ആരോ പറഞ്ഞു ലോട്ടറി എടുക്കുന്ന പോലെയാണ് AO ആകുന്നെന്ന്. ഞാൻ അതിലൊക്കെ അപ്പുറമാണ് പറയുന്നത്. ഒരു ലോട്ടറി അടിക്കുന്ന പോലെ ഒന്നുമല്ല.
ഒരു ബമ്പർ അടിക്കുന്ന രീതിയിലാണ് എഒമാരായിട്ട് വന്നാൽ ചില ക്ഷേത്രങ്ങളിൽ. ഇപ്പോൾ ഏറ്റുമാനൂരായിക്കോട്ടെ, വൈക്കത്തായിക്കോട്ടെ, തിരുനക്കരയാവട്ടെ, അല്ലെങ്കിൽ വള്ളിയാങ്കാവിലാവട്ടെ, അവിടെയൊക്കെ ചില പാർട്ടികൾക്ക് വീതം വെച്ചിരിക്കുക, ഘടകകക്ഷികൾക്ക് വരെ വീതം വെച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത്. എഒമാരെ വെക്കുന്നതിന് ഘടകകക്ഷികൾക്ക് വരെ ഇത് വെച്ചിരിക്കുകയാണ്. അവർക്ക് തിട്ടൂരം വെച്ചിരിക്കുക, അവർക്ക് ഞങ്ങൾക്ക് വേണം എന്നുള്ള നിലയിൽ അവർ വീതം വെച്ചിരിക്കുക. അവിടെ മേൽശാന്തിമാരാവാൻ വേണ്ടി നമുക്കറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മേൽശാന്തിമാരാവാൻ വേണ്ടി ഈ ഒരു ലക്ഷങ്ങൾ കൊടുക്കേണ്ട ഒരവസ്ഥ, ഇതൊക്കെ ഭഗവാനെ സേവിക്കാനാ. അപ്പം ഇത്തരത്തിലുള്ള വലിയ വലിയ ക്രമക്കേടുകൾ ഇനി ദേവസ്വം ബോർഡിൻ്റെ വെളിയിലേക്ക് വരാൻ പോവുകയാണ്. അതിലേറ്റവും വലുതാണ് എരുമേലിയിലെ ചുറ്റമ്പലം. 200 വർഷം പഴക്കമുണ്ട്. ആ ഒരു ചിത്രമാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇത് എരുമേലി കൊച്ചമ്പലം, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കൊച്ചമ്പലത്തിലെ ഗണപതി പ്രതിഷ്ഠയാണ്. ഇത് നിങ്ങൾ നോക്കണം. ഇത് വെച്ചിരിക്കുന്ന എണ്ണപ്പാട്ട വെച്ചിട്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പോയി പരിശോധിക്കാം. ഇപ്പോൾ സ്പോൺസറെ തപ്പിക്കൊണ്ടിരിക്കുക ദേവസ്വം ബോർഡിന് പൈസ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതിന് മുമ്പിലിരിക്കുന്ന കാണിക്ക വഞ്ചി നല്ലതാണ്, സ്റ്റീലിൻ്റെയാണ്, അത് തകരപ്പാട്ടയല്ല, സ്റ്റീലിൻ്റെയാണ്. ആ സമയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത് കോടിക്കണക്കിന് രൂപയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ കോപ്പി തരാം. ഇത് ഓരോ വർഷവും എരുമേലിയിലടക്കം. അപ്പം ശബരിമല എന്താണ്, മറ്റ് ക്ഷേത്രങ്ങൾ എന്താണ് നിങ്ങൾ ആലോചിക്കണം. ഈ ശബരിമല സീസണിൽ കോടിക്കണക്കിന് രൂപയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ ശൗചാലയങ്ങൾ റെഡിയാക്കുന്നതിന് വേണ്ടി 1 കോടിക്ക് മേലാണ് അതിൻ്റെ മെയിൻ്റനൻസും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ഈ ക്ഷേത്രത്തിൽ ഗണപതി കൊച്ചമ്പലത്തിൽ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം.